ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു പുതിയ ഓല S1X Gen 3 എന്ന് പറഞ്ഞ മോഡൽ വെഹിക്കിൾ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഡിസ്പ്ലേനെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ടച്ച് ഡിസ്പ്ലേ അല്ല വരുന്നത്, നോർമൽ ഡിസ്പ്ലേ വരുന്നത്, കീ സ്റ്റാർട്ടാണ് വരുന്നത്. നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, പിന്നെ ട്രിപ്പ് മോഡുണ്ട്, പിന്നെ ബാറ്ററി പെർസെൻറ്റേജ്, ഇനി ആവറേജ് എത്ര ഓടുന്നുള്ളതും കാണിക്കുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് അതും കാണിക്കുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ. നമ്മൾ ലെഫ്റ്റ് സൈഡ് സ്വിച്ചിലെത്തേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്, ഡിമ്മിംഗ് ബ്രൈറ്റ് സ്വിച്ച്, അങ്ങനെ 3 സ്വിച്ചും ബേസ് മോഡലുള്ള എല്ലാ വണ്ടിക്കുള്ള സെയിം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ, റിവേഴ്സ്, ഹെഡ്ലൈറ്റ് ഓൺ ഓഫും സെൽഫ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കിത് ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നത്, ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. അതും കോമ്പി ടൈപ്പാണ്. ബ്രേക്ക് എത്രത്തോളം പവർഫുള്ളാണ് നമുക്ക് നോട്ടിച്ച് നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും. കോമ്പി ബ്രേക്ക് ആയതുകൊണ്ട് എങ്ങനെയെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഡിക്കി സ്പേസ് ആണ്. നിങ്ങൾക്കിത് കാണാൻ മനസ്സിലാവും. 34 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ഡിക്കി സ്പേസ് ആണ്. അത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം 2 ഹെൽമെറ്റൊക്കെ സുഖമായിട്ടിരിക്കും. നല്ലൊരു ഡിക്കി സ്പേസ് ആണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുള്ള കമ്പനി. ബാക്കിയുള്ള ഓലയിൽ നിന്ന് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയിൻ ഡ്രൈവാണ്, ബെൽറ്റ് ഡ്രൈവ് അല്ല. പക്ഷേ എനിക്കിത് ഓട്ടിച്ചത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി നല്ല പവറാണ്, പക്ഷേ ചെയിൻ സൗണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ചോദിച്ചപ്പോൾ അത് ലൂബ് ചെയ്താൽ മതി, അത് മാറുമെന്നാണ് പറഞ്ഞത്. എന്നാലും നല്ല ചെയിൻ സൗണ്ട് ഉണ്ട്, അതെനിക്കൊരു ഇറിറ്റേഷനായിട്ട് തോന്നി. ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഒന്നും പറയില്ല, വെറും അലുമ്പ് ബ്രേക്കിംഗ് ആണ്. കാരണം ബ്രേക്ക് കിട്ടുന്നേ ഇല്ല. നമ്മൾ ഒരു നല്ല സ്പീഡിൽ പോയിട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു കാരണം വെച്ചാലും ബ്രേക്ക് നിൽക്കത്തില്ല. അത് ഈ വണ്ടിയുടെ കുഴപ്പമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി ഇതുപോലത്തെ വേറെ വണ്ടി ഓടിച്ച് നോക്കുന്നുണ്ട്. കാരണം ബ്രേക്കിംഗ് ഒരു സുഖമില്ല ഈ വണ്ടി. ഞാൻ കസ്റ്റമറെ ചോദിച്ചപ്പോഴും പുള്ളിക്കാരനും അതാ പറഞ്ഞത്. പുള്ളിക്കാരന് ആദ്യം മുതലേ ബ്രേക്കിംഗ് ഒരു സുഖമില്ല. കാരണം എത്ര പിടിച്ചിട്ടും നേരെ നിൽക്കുന്നില്ല. അത് 2 പ്രാവശ്യം കംപ്ലയിൻറ്റ് പറഞ്ഞു, എന്നാലും അവർക്ക് ഈ ബ്രേക്കിംഗ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ബാറ്ററി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അതിൽ കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ 242 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ്. ഞാൻ കസ്റ്റമർ റിവ്യൂ അനുസരിച്ച് 186 വരെ കിട്ടുന്നുണ്ട്. ബാക്കി ഒരു അപ്ഡേറ്റ് കഴിയുമ്പോൾ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഫുൾ ചാർജ് ടൈം എന്ന് പറയുന്നത് 4.5 മണിക്കൂറാണ്. ടോപ്പ് സ്പീഡ് 123 വരുന്നത്. സ്പീഡൊക്കെ അത്യാവശ്യം നല്ല വണ്ടി, ഞാൻ ഓടിച്ച് നോക്കിയാൽ നല്ല വണ്ടിയാണ്. പക്ഷേ എനിക്കൊരു പോരായ്മ ഞാൻ പറഞ്ഞില്ലേ, ചെയിൻ സൗണ്ടും ബ്രേക്കിങ്ങും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ ഓക്കെയാണ്. ഇതിൽ 3 മോഡാണ് വരുന്നത്. നമുക്ക് എക്കോ മോഡ് വരുന്നുണ്ട്, റൈഡുണ്ട്, സ്പോട്ടുണ്ട്. നമുക്ക് ഈ 3 മോഡിലും തേര് കയറോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ ഒരു വലിയ തേരിയുണ്ട്, ഒരു പാറയുടെ മണ്ടിലോട്ട് പോകുന്ന തേരിയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓരോ മോഡിലും തേര് കയറുന്നുണ്ടോ എന്ന്. അത് 2 വെച്ചാണ്. അപ്പോൾ അത് കയറോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എക്കോ സ്പീഡിൽ നോക്കാം. നമ്മൾ എന്തായാലും തേര് കയറാൻ പോവുകയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് കയറിയപ്പോഴേ ഒരു പയ്യാണ് കയറിയത്. കാരണം ഒരു പുള്ളിങ് ഇല്ല വണ്ടിക്ക് ആക്ച്വലി എക്കോയിൽ. എന്നാലും കുറച്ച് പയ്യെ കയറി. എന്നാലും കുറച്ച് ദൂരം എത്തിയപ്പോൾ വണ്ടി സ്ലോ ആയി വണ്ടി പുള്ളിങ് കുറഞ്ഞു, നല്ല കുറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് വണ്ടി സ്റ്റോപ്പായി, മോട്ടർ കട്ടായി നിന്നു. പിന്നെ വണ്ടി വലിച്ചിട്ടില്ല. എന്നാൽ നമുക്കടുത്ത് നോർമൽ കൂടി നോക്കി നോക്കാം. നോർമലിൽ സ്റ്റാർട്ടിങ് കുഴപ്പമില്ല, നല്ല പുള്ളിങ് ഉണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ട് പോയി. എന്നാലും കയറിനനുസരിച്ച് എൻ്റെ പവർ കുറഞ്ഞു വന്നു. ഞാൻ കയറുമെന്നാണ് എൻ്റെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഏകദേശം ഒരു പകുതി എത്തിയപ്പോൾ വണ്ടി നല്ല സ്ലോ ആയി, സ്പീഡ് കുറഞ്ഞ് അതും സ്റ്റോപ്പായി. നമുക്കിനി സ്പോർട്സിൽ എങ്ങനെ നോക്കാം. ഇനി നമ്മൾ സ്പോർട്സിൽ എങ്ങനെയുണ്ട് നോക്കാൻ പോവുകയാണ്. ആക്സിലേഷൻ കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. ബുള്ളറ്റ് പോകുമ്പോലെയാണ് പോയത്, ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ പവർ എന്നറിയാമോ, തേരിയൊക്കെ നിസ്സാരം പോലെ കയറിപ്പോകുന്നത്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഓല വണ്ടി നോക്കി എത്ര വലിയ തേരിയാണെങ്കിലും കയറിപ്പോവും, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എൻ്റെ സസ്പെൻഷൻ. അടിപൊളി സസ്പെൻഷൻ. നമ്മൾ ഈ ബാക്കിൽ ഇരുന്നാൽ പോലും നമുക്ക് ആ ഒരു കട്ടറിറങ്ങുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം അടിപൊളി സസ്പെൻഷൻ. എന്തെന്ന് പറയാനാ, ഓട്ടിച്ചിൽ എനിക്ക് അത്യാവശ്യം നല്ല സസ്പെൻഷനായിട്ട് തോന്നിയ വെഹിക്കിൾ ഇതാണ് കേട്ടോ. ഞാൻ കുറേ ഇലക്ട്രിക് ഓട്ടിച്ചെങ്കിലും സസ്പെൻഷൻ കാര്യത്തിൽ എനിക്ക് അതിൽ 100% ഹാപ്പിയാണ്. പിന്നെ എനിക്കിതിൽ പറയാനുള്ള മോട്ടർ പവർ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൽ വരുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ മിഡ് ഡ്രൈവ് IPM മോട്ടറാണ് വരുന്നത്. ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറഞ്ഞാൽ 7 കിലോ വാൾട്ടാണ്. ഒരു രക്ഷയില്ലാത്ത പവറാണ് കേട്ടോ. സ്പോർട്സിലൊക്കെ എന്തെന്ന് പറയാനാണ്, എനിക്ക് ഒന്നും പറയാനില്ല, അടിപൊളി പവറാണ്. എൻ്റെ ജീവിതത്തിൽ കുറേ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചെങ്കിലും അതിൽ പവറിൻ്റെ കാര്യത്തിൽ എനിക്ക് എയ്തറും ഓലയാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഞാൻ മനസ്സിലാക്കി കാണില്ല, എത്ര വലിയ തേരിയായിരുന്നാലും ഓല നല്ല സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. കാരണം ഇതൊരു കുറച്ച് ചെറിയ ഓഫ് റോഡ് പോലെയാണ്. കാരണം ചെറിയ പാറയുടെ പുറത്തോടെ ഓടിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഓട്ടിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടത്തുള്ളൂ. വലിയ ഇടി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടിപൊളി സസ്പെൻഷനൊക്കെ. നമുക്ക് ഓല ഓട്ടിക്കാനൊക്കെ നല്ല കംഫർട്ടാണ്, നല്ല സേഫ്റ്റിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ബ്രേക്കും ചെയിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ. കസ്റ്റമർ റിവ്യൂ അനുസരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് കിട്ടുന്നത് സർവീസിലാണ്.
സർവീസ് വളരെ മോശമാണ് കേട്ടോ ഓലയുടെ. ഇത് പറയാൻ കാരണം ഈ വണ്ടിയുടെ ഓണറും പറഞ്ഞിട്ടുണ്ട്, പല ഓലയുടെ കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ സർവീസാണ് അവർക്ക് ഏറ്റവും വിഷയം. അല്ലാതെ ഓല നല്ല സ്മൂത്ത്, ഓട്ടിക്കാനൊക്കെ നല്ല സെറ്റാണ്. കാരണം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സസ്പെൻഷൻ്റെ ഒക്കെ ആക്ഷൻ കണ്ടില്ലേ, അടിപൊളിയാണ് വണ്ടി ഓട്ടിക്കാൻ. ഇതിൻ്റെ സർവീസ് കുറച്ച് നല്ല ക്ലിയർ ആയിരുന്നെങ്കിൽ നല്ല അടിപൊളി വണ്ടിയാണ് വരുന്നത്. ഒരു കാര്യം, ബോഡി ക്വാളിറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മോശമാണ്. വളരെ മോശമല്ല, മോശമാണ്. കാരണം എനിക്ക് ബോഡി ക്വാളിറ്റി വലിയ ഇതെനിക്ക് തോന്നിയിട്ടില്ല. അല്ലാതെ വണ്ടി ഓട്ടിക്കാൻ ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടി ഉള്ള പുള്ളിക്കാരൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവന് മൈലേജൊക്കെ കറക്റ്റാണ്. പിന്നെ സർവീസ് നമുക്ക് എന്തെങ്കിലും സർവീസ് കൊടുത്തെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇവരൊക്കെ സൊമാറ്റോ ഡെലിവറി ബോയ്സാണ്, അറിയാമല്ലോ, അവർക്ക് ഡെയിലി ഓട്ടോ ഉള്ളതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിൽ വരുന്ന ഫ്രണ്ട് ബാക്ക് ട്യൂബ്ലെസ് ടയറാണ്, 12 ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത്. പിന്നെ പുള്ളിക്കാരനൊരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. കണ്ട, നമ്മൾ സിങ്ങാമിനോട് ഒരു ഉരച്ചിലുണ്ട്, അതൊരു ചെറിയ പ്രശ്നമാണ്. പുള്ളിക്കാരൻ 2 പ്രാവശ്യം കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു, ഇതുവരെ ക്ലിയർ ആയില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ പുള്ളിക്കാനുള്ളൂ, അതും ബ്രേക്കും. അത് മാത്രമാണ് ഇവർക്കുള്ള കംപ്ലയിൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം അവർ ഹാപ്പിയാണ്. സർവീസും കൂടിയൊക്കെ കുറച്ച് ഓക്കെ ആക്കി കഴിഞ്ഞാൽ എന്തായാലും ഓല എന്ന് പറഞ്ഞ വണ്ടി. അത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് എനിക്ക് എന്ത് തോന്നി അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഇതുകൂടാതെ എനിക്ക് തോന്നി വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കാരണം 4.5 മണിക്കൂറാണ് അടുത്ത് ഫുൾ ചാർജ് ആവാനുള്ള ടൈം എടുക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് കൂടി സപ്പോർട്ട് ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരുന്നു ഓലയുടെ ഇത്. ഈ പ്രൈസ് റേഞ്ചിൽ നോക്കിയാണെങ്കിൽ ഇതൊരു ബെറ്ററാണ് കേട്ടോ. ഇത് പുള്ളിക്കാർ എടുത്ത സമയത്ത് ഇത് 1,22,000 ആയിരുന്നു. ഇതിപ്പോൾ പ്രൈസ് മാറിയിട്ടുണ്ട്, അന്ന് ഓഫർ ഉണ്ടായിരുന്നു. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വെർത്താണ് മണിക്കുള്ളതിൽ. കാരണം 186 ഇപ്പം തന്നെ കിട്ടുന്നുണ്ട്, അടുത്ത അപ്ഡേഷൻ അത് മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏത് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താലും നിങ്ങളെ പർപ്പസ് അനുസരിച്ച് എടുക്കുക. കാരണം കുറച്ച് ഓട്ടോ ഉള്ളൂവെങ്കിൽ അതനുസരിച്ചുള്ള വെഹിക്കിൾ എടുക്കുക, നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എടുക്കുക. അത് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇലക്ട്രിക് എടുത്തിട്ട് ഒതുക്കി വെച്ചിട്ട് കാര്യമില്ല. കാരണം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആവും. നല്ല ഓട്ടോ ഉള്ളവരെടുത്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ആവും. കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടു, നമ്മുടെ പഴയ ഉള്ള പോലെയാണ് ഇതിൽ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത്. ബാക്കിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവുകയും അങ്ങനത്തെ മോഡലാണ് ഇപ്പോഴും വരുന്നത്. പിന്നെ ഞാൻ പ്രൊഫഷണൽ റിവ്യൂ ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് ഓട്ടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. ഇനിയും എല്ലാ വെഹിക്കിളും ഞാൻ ഓട്ടിച്ച് എൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.